آله وأصحابه وأتباعه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المؤمنين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഈദുൽ അദ്ഹ കഴിഞ്ഞ ദിവസവും അതിൻ്റെ ആദ്യത്തെ അതിനുശേഷമുള്ള വെള്ളിയാഴ്ചയുമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആരാധനകളും വിശ്വാസിയെ അവൻ്റെ ജീവിതത്തെ സംസ്കരിക്കാനും സമ്പൂർണമായി സ്വഭാവ സംസ്കരണ രീതികൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. എല്ലാ ആരാധനകളിലുമുണ്ട് വിശ്വാസിക്ക് ആവശ്യമായിട്ടുള്ള അവൻ്റേതായ ജീവിത സംസ്കൃതിയുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ വഴികൾ. അതെല്ലാം ഉൾക്കൊള്ളുന്ന വിധം ജീവിക്കലാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ബലിയർപ്പണം നടത്തുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും പെരുന്നാൾ നമസ്കരിക്കുമ്പോഴും നോമ്പ് നോക്കുമ്പോഴും നമസ്കാരം നിർവഹിക്കുമ്പോഴുമെല്ലാം ഒരു വലിയ കൂട്ടായ്മയും ഒരു സഹവർത്തിത്വവും സൗഹാർദ്ദവും അതിനേക്കാൾ ഉപരിയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് തന്നെ സമർപ്പിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ളൊരു തേട്ടവുമാണ് പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഓരോ ബലിദാനവും പോലും അങ്ങനെയാണ്. സത്യവിശ്വാസികൾ അങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ ആ ബലിമൃഗത്തെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ രക്തമോ മജ്ജയോ മാംസമോ അല്ല, മറിച്ച് നിങ്ങളിൽ നിന്നുണ്ടാകേണ്ട തഖ്വയാണ് പ്രധാനം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നു. അതിൻ്റെ രക്തം, അതിൻ്റെ മാംസം എല്ലാം അത് പൂർണ്ണമായും ചെലവഴിക്കപ്പെടുന്നതിന് മുമ്പേ നമുക്ക് ഏറ്റവും പ്രധാനമായി വരുന്നത് തഖ്വയാകുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു തരികയാണ്. അതാണ് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അള്ളാഹുവിന് കൊടുക്കേണ്ട തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ഒരു ബലിമൃഗത്തിൻ്റെ മാംസം അതങ്ങനെ മറ്റുള്ളവർക്കായി വീതിക്കപ്പെടുകയും അത് ആ രീതിയിൽ സുഭിക്ഷമായി ആളുകൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുവായി മാറുകയാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനമായി നിൽക്കേണ്ടത് അതെങ്ങനെ സ്വീകരിക്കപ്പെട്ടു എന്ന ചിന്തയുടെ മുമ്പിലാണ്. പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത് അവിടെ തഖ്വയാണ് പ്രധാനമായത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തഖ്വ പ്രധാനമാകും. ബലിയർപ്പിക്കുമ്പോൾ ഇന്നിപ്പോൾ വലിയ ചർച്ചകളാണ്. വലിയ ആളുകളൊക്കെ കാരുണ്യത്തിൻ്റെ പുതിയ അവതാര രൂപങ്ങളായി വരുന്ന കാലമാണ്. ബലിയർപ്പണം എന്നൊക്കെ പറയുന്നത് സാധാരണ മുസ്ലിങ്ങൾ മാത്രം നടത്താറുള്ളൊരു ഏർപ്പാടും അതുതന്നെ മഹാക്രൂരമായി ചെയ്യുന്നൊരു ഏർപ്പാടുമായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന കാലമാണ്. സത്യത്തിൽ ഞാനിവിടെ ഓതിവെച്ച ആയത്തിൻ്റെ പ്രത്യേകത തന്നെ ഭൂമിയിൽ മനുഷ്യൻ തുടങ്ങിയ കാലം മുതലേ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 മക്കൾ തമ്മിലുണ്ടായ തർക്കം. അത് ഖുർആനികമായി മാത്രം പറയുന്ന ഒന്നല്ല, അത് ബൈബിളിലും പറയപ്പെടുന്ന ഒന്നാണ്. അവിടെ ആ തർക്കത്തിൻ്റെ പരിഹാരം എന്തായിരിക്കണം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളൊരു പ്രത്യേകമായ ഒരു ആരാധനാ കർമ്മം നിർവഹിക്കണമെന്നാണ്, ഖുർബാൻ. ആ ഖുർബാൻ നിർവഹിക്കുമ്പോൾ 2 പേര് 2 രീതിയാണ് ചെയ്യുന്നത്. ഒന്ന്, ഗോതമ്പ് കൊണ്ട് ഒരു പ്രത്യേകമായ രീതിയിലുള്ള അള്ളാഹുവിലേക്കുള്ളൊരു സമർപ്പണം ഒരാൾ നടത്തുന്നു. മറ്റൊരാൾ ആടിനെ അറുത്തു കൊടുക്കുന്നു. ആടിനെ അറുത്തു കൊടുക്കുമ്പോൾ ആ കൊടുക്കപ്പെട്ടത് അള്ളാഹു സ്വീകരിച്ചുവോ ഇല്ലയോ എന്നതിൻ്റെ തെളിവെന്താണ് എന്നതിന് പ്രത്യേകമായി അങ്ങനെ ഒരു നിർദ്ദേശം വെക്കപ്പെട്ടത് അഗ്നി കൊണ്ട് അതിനെ പ്രത്യേകം സ്വീകരിക്കപ്പെടും എന്നാണ്. അഗ്നി കൊണ്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതായത് ആ ആടിനെ അറുക്കപ്പെട്ടതിനെ അങ്ങനെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് നാം ചരിത്രത്തിൽ പഠിക്കുന്നത്. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒരാളുടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളുടെ ഖുർബാൻ സ്വീകരിച്ചു. വത്തുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ്. ആദമിൻ്റെ 2 പുത്രന്മാരുടെ, മനുഷ്യപുത്രന്മാരുടെ 2 പ്രധാനപ്പെട്ട 2 പേരുടെ കർമ്മങ്ങളെക്കുറിച്ച് നബി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്ന്, ഇത് ഖറബ ഖുർബാനൻ, അവർ 2 പേരും പ്രത്യേകിച്ചും അങ്ങനെ ഒരു ഖുർബാൻ നടത്തി. ഫതുഖുബ്ബില മിൻ അഹദിഹിമ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, മറ്റേയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും ചെയ്തില്ല. അങ്ങനെ സ്വീകരിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നാണ്. അല്ലാഹു സ്വീകരിക്കുന്നത് കർമ്മത്തെയല്ല. കർമ്മങ്ങൾ എല്ലാവർക്കും ചെയ്യാനാകും, പക്ഷേ ആ കർമ്മങ്ങളുടെ സ്വീകരണം എന്ന് പറയുന്നത് ആ കർമ്മങ്ങളെയും ആന്തരികമായി ഭരിക്കേണ്ട, അതിൻ്റെ പ്രചോദന കേന്ദ്രമായി മാറേണ്ട മനുഷ്യൻ്റെ മനസ്സിൻ്റെ തഖ്വയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ലോകത്ത് ആദ്യമേ തന്നെ നടന്ന ഒരു സംഭവമാണ്. ശരിക്കും ഇതിനോട് സാമ്യമായി വരാവുന്ന ചിലതൊക്കെ ഇന്ത്യയിൽ യാഗങ്ങളായി നടക്കാറുണ്ട്. യാഗങ്ങളിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ അവിടെ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഉപാധിയും അതിൻ്റെ മാധ്യമവും അഗ്നിയാണ്. അഗ്നി സ്വീകരിക്കുമ്പോഴാണ് ഹവിസ്സുകൾ, അതായത് യാഗങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന അതിൻ്റെ യാഗവസ്തുക്കൾ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവ് പോലും അഗ്നിയാണ്. അതുകൊണ്ടാണ് അവിടെ യാഗങ്ങളിൽ സാധാരണ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാറുണ്ട്, അഗ്നായ സ്വാഹ എന്ന് പറയാറുണ്ട്, അഗ്നിക്കായി സമർപ്പിക്കുന്നു എന്നാണ്. അഗ്നി ഒരു മാധ്യമമാണെന്ന് തന്നെയാണ് യാഗ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫിലോസഫി. ഞാനത് വെറുതെ പറയാണെന്ന് വിചാരിക്കരുത്. അഗ്നി ഒരു മാധ്യമമാണ്. പക്ഷെ അങ്ങനെ സമർപ്പിക്കപ്പെടുന്നിടത്ത് ചില ബലിമൃഗങ്ങൾ സമർപ്പിക്കപ്പെടാറുണ്ട്. ആ ബലിമൃഗങ്ങൾ കേവലം ബലിമൃഗങ്ങളായി അതിൻ്റെ മാംസങ്ങൾ ഉപയോഗിക്കപ്പെടാതെ പോവുകയാണ്. ഇസ്ലാം അതിനെ കൂടുതൽ പരിഷ്കരിച്ചു. ആ പരിഷ്കരണത്തിൻ്റെയും കൂടി മനോഹരമായ രൂപമാണ്, ബലി നടക്കപ്പെട്ടാൽ ആ മൃഗം പിന്നെ അങ്ങനെ അതിൻ്റെ മാംസം കേവലം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട എന്നതിൻ്റെ പേരിൽ അതിനെ ഒഴിവാക്കപ്പെടുകയല്ല വേണ്ടത്. അത് അത്ഇമുൽ ബാഇസ വൽ ഫഖീർ, ദരിദ്രരായ മനുഷ്യരെ ഭക്ഷിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്യുക. അങ്ങനെ ജനങ്ങൾക്ക് സുഭിക്ഷത കൊടുക്കുകയും ജനങ്ങളെ ആ രീതിയിൽ അവർക്കെല്ലാവർക്കും ആ ദിവസത്തിൻ്റെ, പെരുന്നാളിൻ്റെ ദിവസം പൂർണ്ണമായും സുഭിക്ഷമായി ജീവിക്കാൻ സാധ്യമാകുന്നതിൽ ഏറെ കൊടുക്കപ്പെടുകയും. അങ്ങനെ കൊടുക്കപ്പെടുക എന്ന് പറയുന്നതിന് അതാണ് ഞാൻ ഇതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ മുമ്പുള്ള ചരിത്രവും വിശദീകരിക്കാൻ കാരണം. ലോകത്തിത് നടക്കാത്തതല്ല. ഇത് ഇന്ത്യയുടെ പൗരാണികമായിട്ടുള്ള അതിൻ്റെ യാഗാചാരങ്ങളുടെ ഭാഗമായിട്ട് ഒട്ടേറെ പലതരത്തിലുള്ള യാഗങ്ങൾ, പലതരത്തിലുള്ള ബലിദാനങ്ങൾ നടക്കപ്പെടാറുണ്ട്. മൃഗങ്ങളെ, പശുവിനെ, അശ്വങ്ങളെ, അങ്ങനെയുമുണ്ട്. അതായത് അശ്വങ്ങൾ പ്രത്യേകം, അവയെപ്പോലും അങ്ങനെ പ്രത്യേകമായി അങ്ങനെ ബലി കൊടുക്കപ്പെട്ടിരുന്നു. മാംസങ്ങൾ ഭക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ചിലപ്പോൾ ഇത് മുസ്ലിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആരോ തിന്നുന്നുള്ളൂ ഭക്ഷണം, അതായത് മാംസഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് തോന്നിപ്പോകും ചില പ്രചാരങ്ങൾ കേട്ടാൽ. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നേരത്തെ തന്നെ ഇത്തരം യാഗങ്ങളും ഇത്തരം സംസ്കാരങ്ങളും നിലനിന്നിരുന്നു എന്നത് ഇന്ത്യയുടെ സംസ്കാരത്തെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ദാർശനികമായ ചരിത്രത്തെ പഠിച്ചാൽ തന്നെ നമുക്ക് പഠിക്കാനാവും. ഇന്ത്യയുടെ ദാർശനികമായ ചരിത്രത്തെ ലോകത്ത് വിശദീകരിച്ച വളരെ പ്രഗത്ഭനായ പ്രഭാഷകനും അതോടൊപ്പം തന്നെ ദാർശനികവുമായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ആചാര്യനാണ് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദ സ്വാമി പറയാറുണ്ട്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, പക്ഷെ ഒരു കാര്യം സത്യമാണ്,
ബീഫ് തിന്നാത്തവൻ ഒരു നല്ല ഹിന്ദുവാണെന്ന് പരിഗണിക്കപ്പെട്ടിരുന്നില്ല പഴയ കാലത്ത് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. യു വിൽ ബി അസ്റ്റോണിഷ്ഡ് ഇഫ് ഐ ടെൽ യു ദാറ്റ് അക്കോർഡിംഗ് ടു ദി ഓൾഡ് സെറമോണിയൽസ് ഹി ഈസ് നോട്ട് എ ഗുഡ് ഹിന്ദു ഹു ഡസ് നോട്ട് ഈറ്റ് ബീഫ്. ബീഫ് കഴിക്കാത്തയാൾ നല്ല ഹിന്ദു ആയിരുന്നില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ അറിയുന്ന ഒരു കാര്യം മാത്രമാണിത്. യു വിൽ ബി അസ്റ്റോണിഷ്ഡ്, നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഇഫ് ഐ ടെൽ യു ദാറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ. എന്താണ് ആ കാര്യം? പഴയ കാലത്തെ ആചാരങ്ങൾ പ്രകാരം, പൗരാണിക ആചാരങ്ങൾ പ്രകാരം, അക്കോർഡിംഗ് ടു ദി ഓൾഡ് സെറമോണിയൽസ്, പഴയ പൗരാണികമായിട്ടുള്ള ആചാരങ്ങൾ പ്രകാരം, ഹീ ഈസ് നോട്ട് എ ഗുഡ് ഹിന്ദു ഹൂ ഡസ് നോട്ട് ഈറ്റ് ബീഫ്. ബീഫ് കഴിക്കാത്തയാൾ നല്ല ഹിന്ദു ആയിരുന്നില്ല. ഓൺ സർട്ടൻ ഒക്കേഷൻ ഹി മസ്റ്റ് സാക്രിഫൈസ് എ ബൾ ആൻഡ് ഈറ്റ് ഇറ്റ്. ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതാണ്, ബലിയർപ്പിക്കും. കാളയെ ബലിയർപ്പിക്കും, അശ്വം കുതിരയെ ബലിയർപ്പിക്കും. അങ്ങനെ ബലിദാനം നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പൗരാണികമായ എല്ലാ വേദ ഗ്രന്ഥങ്ങളിലും കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. ഋഗ്വേദത്തിൽ നിരന്തരമാണ്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം വലിയ വിമർശനങ്ങൾ വരുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ഇന്ദ്രന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും പശുമാംസമായിരുന്നു എന്ന് തന്നെ കാണും. അങ്ങനെ ആ രീതിയിൽ പശുമാംസം പ്രത്യേകം അറുക്കപ്പെട്ടിരുന്നു എന്നു തന്നെയും കാണാം. അതാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി പറയേണ്ട ഒരാളെന്ന നിലക്കാണ് ഞാൻ സ്വാമി വിവേകാനന്ദനെ തന്നെ മുന്നിൽ വെച്ചത്. അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ പറയുന്നു. ബീഫ് കഴിച്ചിരുന്നു, ബലിയർപ്പിച്ചിരുന്നു. മാംസഭക്ഷണം നിഷിദ്ധമായിരുന്ന ഒരു സംസ്കാരമല്ല ഇന്ത്യക്കുണ്ടായിരുന്നത് എന്ന്. അതിൻ്റെ ഒരു വലിയ, അതിൻ്റെ പൗരാണികമായ ചിത്രത്തിൻ്റെ കുറെ കൂടി നോക്കിയാൽ ഖുർആനികമായിട്ടുള്ള ഒരു ഓർമ്മചിത്രം എന്ന നിലയിലാണ് ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഏതാണ് ആയത്ത്? മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കൾ നടത്തുന്ന അത്തരമൊരു സാക്രിഫൈസ്, അത്തരമൊരു ബലിയർപ്പണത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലോകത്തെമ്പാടും ഈ തരത്തിലുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങളുടെ ഒരു ചിത്രം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനും കൂടി കഴിയും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കൾ ചെയ്ത ഈ പണിയെക്കുറിച്ച് പറയുമ്പോൾ, അവിടെ ഈ അഗ്നി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, അവിടെ അങ്ങനെ ഒരു പ്രത്യേകമായൊരു ബലിയർപ്പണം നടന്നിരുന്നു എന്ന് പറയുമ്പോൾ, പക്ഷെ അവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ എൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെക്കുന്നത്. അതായത് എല്ലാ ആചാരങ്ങളുടെയും ഉള്ളടക്കത്തിൻ്റെ, അതിൻ്റെ സ്വീകൃതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കാരണം എന്താണെന്ന ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന ഉത്തരം ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നതാണ്. മുത്തഖീങ്ങളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കും. ഇന്ന് സംഭവിക്കുന്ന ഒരു വലിയ അപകടം. ഇതിപ്പോൾ പറയേണ്ടത് എന്തിനാ ഉസ്താദ്, ഇന്നലെ പറയേണ്ടതായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലതൊരു അവലോകനം നടത്തുന്നത് നല്ലതാണല്ലോ. ഇന്ന് സംഭവിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഒരു ഗാംഭീര്യത്തിലേക്ക് മാത്രം പോകുകയാണ്. എന്താണ് ഗാംഭീര്യം? എൻ്റെ പോത്തിന് ലക്ഷങ്ങളുണ്ട് എന്ന് പറയിപ്പിക്കലാണ്. ഇതെല്ലാത്തിലും നടക്കുന്നു, എല്ലാ ആചാരങ്ങളിലും നടക്കുന്നു. ആ ആചാരങ്ങളെയെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതിനെ ഒരു ബാഹ്യമായ ഒരു പ്രചാരവേലയാക്കുന്നത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളടക്കത്തെ തിരിച്ചറിയാതെ പോകുന്ന വിഡ്ഢിവേഷം കെട്ടുകയാണ് മുസ്ലിങ്ങളിൽ ചിലരെങ്കിലും എന്ന് പറയേണ്ടി വരും. ആ വിഡ്ഢിവേഷമാണ് അഴിച്ചു വെക്കേണ്ടത്. നമ്മളിതെന്തിനു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സ്വയം ആലോചന നടത്തണം. എന്തിനാണ്? എല്ലാ അമലിൻ്റെയും ഉള്ളടക്കം തഖ്വയാണ്. നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണ് പറഞ്ഞത്? കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എല്ലാ ജനപദങ്ങൾക്കും. കഴിഞ്ഞ കാലങ്ങളിലെ ഗതകാല സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം ഇതുപോലെ പ്രത്യേകം നോമ്പ് നിർബന്ധമായിരുന്നു, വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു.
ചില ആത്മീയമായിട്ടുള്ള ആനന്ദങ്ങൾ ലഭ്യമാകാൻ വേണ്ടി പഴയ സമൂഹങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണ ഉപേക്ഷയാണ്. അങ്ങനെ ഉപേക്ഷിച്ചിരുന്നു എന്നൊക്കെ തന്നെയും നമ്മുടെ ഇതേ ഹിന്ദു ഹൈന്ദവ അല്ലെങ്കിൽ ഭാരതീയമായ ഉപനിഷത്ത് പ്രമാണങ്ങളിലും കാണാനാവും. നചികേതസ് എന്ന് പറയുന്ന ഒരു ബാലൻ മൃത്യുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു ഇതിവൃത്തത്തിൽ തുടങ്ങുന്ന ഒരു ഉപനിഷത്തുണ്ട്, കഠോപനിഷത്ത്. അതിൽ ആത്മാവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കുട്ടിയുടെ ചോദനയുടെ മുമ്പിൽ ഉത്തരം കിട്ടാൻ വേണ്ടി 10 ദിവസം ആ കുഞ്ഞങ്ങനെ അത്തരത്തിൽ വ്രതാനുഷ്ഠാനം നടത്തിയിരുന്നു എന്ന് തന്നെ കാണുന്നു. എന്നിട്ടുള്ള കുറേ ചോദ്യങ്ങളും ചിലപ്പോഴൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. സ്വർഗലോകത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്വർഗം എന്ന് പറയുന്ന ഒന്നുണ്ടോ? സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാ പിബേദി എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അത്ഭുതം തോന്നിപ്പോകും. പരിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ തന്നെയാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, സ്വർഗത്തിലെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖമില്ല, അവർക്ക് ഭയമില്ല, അവർ നിരന്തരമായ നിതാന്തമായ ഒരു കാലം പോലെ അങ്ങനെ ജീവിക്കുന്നവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ന തത്രത്വം, വല്ലാത്ത വർത്താനാണ്. ന തത്രത്വം, നീ അവിടെ ഇല്ല. നീ എന്ന് പറയുന്നത് മരണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ന തത്രത്വം ന ജരയാ പിബേദി, ജരാ നരകളില്ല, ദാഹങ്ങളില്ല, വിശപ്പില്ല. സ്വർഗലോകത്ത് ഇതൊന്നുമില്ലെന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അതേ വചനങ്ങളുടെ മറ്റൊരു ആവിഷ്കാരം പോലെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ന ഭയം കിഞ്ചനാസ്തി, ഭയമില്ല. ന ഭയം കിഞ്ചനാസ്തി, ഭയമേ ഇല്ല. അതേ പ്രയോഗം പോലെ തോന്നും. ലാ ഖൗഫുൻ, ഭയമേ ഇല്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നേ ഇല്ല. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇതിനെയൊക്കെ സമീകരിച്ചു കൊണ്ടുവരാനല്ല, മറിച്ച് ലോകത്തെ എമ്പാടും നിലനിന്നിരുന്നൊരു സംസ്കാരങ്ങളുടെ ഒരു ബീജം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടാൻ കഴിയുന്നത് ആദ്യകാല സമൂഹങ്ങളിലെ പ്രവാചകന്മാരിൽ നിന്ന് ലഭ്യമായ ചില സത്യസന്ദേശങ്ങളുടെ വഴിയാണെന്ന് മാത്രമല്ല, ഇതൊന്നും ഇല്ലാതിരുന്നവരാണെന്ന് ആർക്കെങ്കിലും പറയാനാവുമെങ്കിൽ അവർ ചരിത്രത്തോട് നേർക്കുനേരെ നിന്ന് കണ്ണടക്കുന്നവരാണെന്നതാണ് ചരിത്രത്തെ പഠിക്കുമ്പോൾ, ദർശനങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും. അതുകൊണ്ടാണ് വളരെ ദാർശനികമായിട്ട് തന്നെ വിവേകാനന്ദ സ്വാമി പറയുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും എന്നാണെങ്കിലും പഴയ പൗരാണികമായിട്ടുള്ള ദർശനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാംസം ഭക്ഷിച്ചിരുന്നു എന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ചില ദർശനങ്ങൾ വന്നു. സത്യത്തിൽ ഇതൊന്നും ഇന്ത്യയിലെ ഹൈന്ദവമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് തന്നെ മൗഢ്യമാണ്. ഇന്ത്യയിൽ പിന്നെ ബൗദ്ധ ജൈന ദർശനങ്ങളിലൂടെയാണ് കുറെ കൂടി അപ്രായോഗികമായ ഒരു ദാർശനിക രീതി വരുന്നത്. അപ്പോഴാണ് സ്വന്തം മൂക്കിലേക്ക് ഇങ്ങനെ മാസ്ക് വെച്ചിട്ട് ഒരു ജീവനെ പോലും കടത്തിവിടരുതെന്ന് പറയുന്ന അതിൻ്റെ ആന്തരികമായ ഒരർത്ഥത്തിൽ നല്ലതാണെന്ന് തോന്നിയാലും അപ്രായോഗികമായ കുറേ വഴികളിലൂടെയാണത് പോയത്. ഇവിടെ റഹ്മത്ത്. ഏതാണ് റഹ്മത്ത്? ഓരോ മൃഗത്തെയും അറുക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പുണ്യനബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പേടിപ്പിക്കരുത്. ഇപ്പോൾ എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ട് അറുക്കുമ്പോഴും ഈ തരത്തിലുള്ള ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ നമുക്കിടയിൽ വരുന്നുണ്ട്. കാരണം ആ മൃഗം ഒരു ഇസ്മായിലാണ്, സയ്യിദുന ഇസ്മായിൽ. ആ മൃഗം നമ്മുടെ മുമ്പിൽ അത്രമേൽ ബഹുമാന്യമായ ഒന്നാണ്. അത് കേവലം ഒരു മൃഗമല്ല. ആ മൃഗം പ്രതിനിധീകരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ഓർമ്മ ചിത്രത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കത്തിൽ നിന്നിട്ടാണ് ആ മൃഗത്തെ തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് വരുന്നത്. അതിനെ തൊടുമ്പോൾ തന്നെ ഓമനിച്ചു വളർത്തിയതുപോലെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ചെയ്യുന്ന പോലെ, അപ്പോഴും പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആ അർപ്പണത്തിൻ്റെ എല്ലാ ഭാവവും നിൽക്കുമ്പോഴും നീ അതിനെ അറുക്കുമ്പോഴും അതിനെ വിഷമിപ്പിക്കാത്ത വിധം അറുക്കണേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരേ സമയം പ്രായോഗികമായിരിക്കണം, ഒരേ സമയം അതോടൊപ്പം തന്നെ കാരുണ്യവും ഉണ്ടാകണം. മനുഷ്യർക്കത് കൊടുക്കുമ്പോഴും ആ മൃഗത്തോട് കാണിക്കേണ്ടത് ഒരിക്കലും ഒരു ക്രൂരതയാകരുതെന്ന് പഠിപ്പിച്ചു.
വളരെ ആരോഗ്യപരമായ ഒരു ശാസ്ത്രീയമായ അർത്ഥത്തിൽ അതിൻ്റെ രക്തം പൂർണ്ണമായിട്ട് പോകേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അതിനെ അറുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനെ വേദനിപ്പിക്കാത്ത ഏറ്റവും നല്ല മാർഗം ഉപയോഗിക്കുന്നു. ഒട്ടും വേദനിക്കുന്നില്ല എന്നല്ല, മറിച്ച് അതിനെ വേദനിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ജീവൻ കവർന്നെടുക്കപ്പെടാവുന്ന രീതിയിൽ ആ രീതിയിലുള്ളൊരു മാർഗം അതിനുപയോഗിക്കുന്നു. മൃഗങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ആലോചിക്കണം, മൃഗങ്ങളോട് ഇത്രയേറെ കാരുണ്യം കാണിച്ച ദർശനം ഏതാണ്? മക്ക വിജയത്തിൻ്റെ ജൈത്രയാത്ര നടക്കുന്ന നേരത്ത് വളരെ പ്രശസ്തനായ ഒരു ചരിത്രകാരൻ, അതായത് യൂറോപ്യൻ ചരിത്രകാരൻ തന്നെ, അദ്ദേഹം പിന്നീട് അങ്ങനെ ഒരു വലിയ പുസ്തകം എഴുതിയ ആളാണ്, മുഹമ്മദ് എന്ന പേരിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, മാർട്ടിൻ ലിങ്സ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മക്ക വിജയത്തിൻ്റെ ജൈത്രയാത്രയിൽ 10,000-കണക്കിന് വരുന്ന അനുയായികളുണ്ട്. നിങ്ങൾ ആലോചിക്കണം, 23 കൊല്ലത്തിൻ്റെ പ്രബോധനത്തിൻ്റെ പരിസമാപ്തി കുറിക്കപ്പെട്ട ഏറ്റവും വലിയ വിജയാഹ്ലാദ മുഹൂർത്തത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ കടക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിഗ്വിജയിയായി വരുന്ന ഒരാളുടെ, ഒരു ജേതാവായി വരുന്ന ഒരാളുടെ മനോഭാവമായിരുന്നില്ല അത്. മക്കയുടെ പ്രാന്തങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും തലകുനിച്ച് ആ ഒട്ടകത്തിൻ്റെ പുറത്തു തന്നെ തൻ്റെ ശിരസ് നമിക്കുന്ന പോലെ വച്ച് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ മക്കയുടെ പ്രാന്തങ്ങളിലേക്ക് പ്രവേശിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവേശനത്തിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചവട്ടത്തിൽ കണ്ട ഒരു കഥയാണ് മാർട്ടിൻ ലിങ്സ് പറയുന്നത്. അതെൻ്റെ ഹൃദയത്തെ തൊട്ടു. ഒരു നായ അതിൻ്റെ കുഞ്ഞുങ്ങളെ തേടിയിട്ട് അതിൻ്റെ വെപ്രാളവും ബഹളവുമൊക്കെ പുണ്യനബി കണ്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തത്, തൻ്റെ ഈ യാത്രയെ, തൻ്റെ അനുയായികളെ പിടിച്ചു നിർത്തിയിട്ട് പുണ്യനബി പറഞ്ഞു, നിർത്തൂ. ആ നായക്ക് സമാശ്വാസം കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ നായക്ക് സമാശ്വാസം കൊടുക്കണം. അതിനു വേണ്ട ആശ്വാസവും സമാധാനവും കൊടുത്തതിൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചാരത്തു നിർത്തിയിട്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവൂല എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊരു വലിയ യാത്രയാണ്, എന്തൊരു വലിയ ഉദ്യമമാണ്. തൻ്റെ ഏറ്റവും വലിയ പ്രയത്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും വലിയ മുഹൂർത്തത്തിൻ്റെ മുമ്പിൽ, അസുലഭ മുഹൂർത്തം എന്ന് പറയാവുന്ന ഒരു മുഹൂർത്തത്തിൻ്റെ മുമ്പിൽ ഒരു നായ അതിൻ്റെ കുഞ്ഞുങ്ങളെ തേടുന്നതിനെ കുറിച്ച് ഒരു ജേതാവ് എന്തിനെ ആലോചിക്കണം? ഒരു നായയുടെ വെപ്രാളത്തിൻ്റെ മുമ്പിൽ ഒരു ജേതാവ് എന്തിനെ വിഷമിക്കണം? പക്ഷെ മുഹമ്മദ് മുസ്തഫ വിഷമിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തൻ്റെ ഒരു അനുയായിയോട് പ്രത്യേകം പറഞ്ഞു, അവിടെ നിൽക്കൂ. ആ അമ്മക്ക് ആശ്വാസം നൽകാതെ നമുക്ക് മുന്നോട്ട് പോകാനാവൂല. ആ അമ്മക്ക് ആശ്വാസം നൽകിയിട്ടാണ് മുഹമ്മദ് മുസ്തഫ മുന്നോട്ട് പോയത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് എല്ലാത്തിനോടും അങ്ങനെയായിരുന്നു. ആ കാഴ്ചപ്പാടിനെയാണ് മുഹമ്മദീയത്ത് എന്ന് വിളിക്കേണ്ടത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യത്തെയാണ്, എന്തിനോടുമുള്ള കാരുണ്യം, എല്ലാത്തിനോടും ചെയ്ത കാരുണ്യം. പക്ഷെ ഇവിടെ മറ്റൊരു പ്രായോഗികമായ തലവും കൂടി പൂർത്തീകരിക്കുകയാണ്. മനുഷ്യനാണല്ലോ ഏറ്റവും പ്രധാനം. ആ മനുഷ്യന് ഭക്ഷണം വേണം. നോക്കൂ, 2 പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ആ 2 ആഘോഷങ്ങളിലും 2 പ്രധാന കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു തന്നു. ഒന്ന്, നിങ്ങളുടെ നോമ്പ് ശരിയാകണം. നിങ്ങളുടെ നോമ്പ് ആകാശം സ്വീകരിക്കണോ? അങ്ങനെ സ്വീകരിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ നിങ്ങളുടെ നോമ്പ് എന്ന അനുഷ്ഠാനം പൂർണ്ണമായും തീരണമെങ്കിൽ നിങ്ങൾ ഒരു പാവപ്പെട്ടവൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങളുടെ ഔദാര്യം എന്ന പോലെയല്ല, നിങ്ങളുടെ കടപ്പാടും ബാധ്യതയും എന്ന പോലെ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് നിർബന്ധിച്ച മതമാണ് ഇസ്ലാം. ആഘോഷത്തിൻ്റെ തിമിർപ്പിലേക്ക് പോയിട്ട് മദാലസന്മാരായി, മദ്യോന്മത്തരായി, മദാലസകളുടെ പിന്നാലെ പോകുന്നവരാക്കി മാറ്റുന്നൊരാഘോഷത്തെ അല്ല, പരസ്പരം സ്നേഹിക്കുകയും സഹവർത്തിത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മനോഹരമായൊരു ജീവിതാവിഷ്കാരമായി ഓരോ വിശ്വാസിയും മാറേണ്ട ഒരു വലിയ ആഘോഷമാണ് അള്ളാഹു 2 പെരുന്നാളിനും തന്നത്. 2 പെരുന്നാളും അങ്ങനെ. ഒന്നിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മറ്റൊന്നിൽ നോക്കൂ നിങ്ങൾ, ബില്യൺ കണക്കിന് മാംസം പാവപ്പെട്ട മനുഷ്യൻ്റെ കുടിലുകളിൽ ഇനിയും അവൻ്റെ ജീവിതത്തിൻ്റെ അത്താഴങ്ങളുടെ പട്ടിണിയുടെ വറുതിയിൽ അവൻ ഇനിയും തിന്നു തീർക്കാൻ കഴിയും വിധം മാംസം കൊടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു വലിയ വിനിമയക്രമം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചു. നമ്മളാരും അറിയാത്ത പോലെ അത് നടന്നു.
നമ്മളൊന്നും ചിന്തിക്കാത്ത പോലെ അങ്ങനെ ഒരു സംഭവം നടന്നു. ഇവിടെ ഈ പട്ടിണി ഇല്ലാത്തൊരു നാട്ടിൽ എന്തേന്ന് ചോദിച്ചാൽ, പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നിന്ന് പട്ടിണിയുള്ള നാട്ടിലേക്ക് പൊക്കോട്ടെ. പക്ഷേ ഇവിടെയും ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഈ വിശപ്പ് എന്ന് പറയുന്നത് അറിയിക്കാതെ പോകുന്ന കുറേ മനുഷ്യരെയാണ്. എന്നാൽ അവർക്ക് കിട്ടുന്നൊരു വല്ലാത്തൊരു ഉപഹാരമാണ് പലപ്പോഴും ഈ മാംസഭക്ഷണം. അവിടെ രണ്ടു കാര്യമാണ് മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്നത്. ഒന്ന്, സ്വയം സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം. ആ സമർപ്പണത്തിൻ്റെ ആനന്ദത്തിൻ്റെ മുമ്പിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. അള്ളാഹുവിന് ആ ബലിമൃഗത്തിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ എത്തുന്നില്ല. വലാകിൻ യനാലു തഖ്വ മിൻകും, അള്ളാഹുവിന് എത്തുന്നത് അത്തഖ്വ മിൻകും, നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തഖ്വയാണ്. പടച്ച റബ്ബിന് വേണ്ടത് ആ തഖ്വയാണ്. ആ തഖ്വ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കുകയും നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം അതാണ് ഏറ്റവും പ്രധാനം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. മഹാന്മാരായ പ്രവാചകന്മാരും മഹാന്മാരായ സ്വഹാബാക്കളും അവരൊരു കർമ്മം ചെയ്തു വെച്ചാൽ അവരാദ്യം ചെയ്യുന്ന പണി പടച്ചവനെ ഇത് സ്വീകരിച്ചോ എന്ന് ചോദിക്കലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഓർമ്മയിലാണല്ലോ ഈ പെരുന്നാൾ നമ്മൾ ഇങ്ങനെ ആചരിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ആവശ്യപ്പെട്ടത് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താനാണ്. ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത പണി എന്താ? ഇത് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, ഇസ്മായിലും ഇബ്രാഹിമും അലൈഹിസ്സലാം, പിതാവും മകനും രണ്ടുപേരും കൂടിയാണ് പരിശുദ്ധ കഅബത്തുൽ ശരീഫയെ പുനർനിർമ്മാണം നടത്തിയത്, അതിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തി നടത്തിയത്. ആ പുനർനിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ട് അവർ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കാണ്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഇത് സ്വീകരിക്കണേ, ഇത് സ്വീകരിക്കണേ. ഇത് ഞാൻ ചെയ്തു അതുകൊണ്ട് എല്ലാം ആയി എന്ന് പറയാനല്ല, മറിച്ച് അതിനെ സ്വീകരിക്കാൻ സാധിക്കണം എന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞ തഖ്വ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ നീ ഇത് സ്വീകരിക്കണേ എന്ന ദുആ ആണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത്. ആ തഖ്വയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും പറഞ്ഞു തരുന്നത്, വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ ഭാഗത്തും തഖ്വയാണ്. ആ തഖ്വ പ്രകടിപ്പിക്കേണ്ടതല്ല, മറിച്ച് അത് അതിൻ്റെ ഉള്ളിൽ, അതായത് ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയാന്തരത്തിൽ ഉണ്ടാകേണ്ടതാണ്. അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം അത്തഖ്വ ഹാഹുനാ, അതിവിടെയാണ്, അത് ഹൃദയാന്തരത്തിൽ നിന്ന്, നമ്മുടെ ആന്തരികമായൊരു പരിശുദ്ധിയിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന എല്ലാ കർമ്മവും പൂർത്തീകരിക്കേണ്ടത്. അങ്ങനെ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നിടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നതും തഖ്വ ഉള്ളിൽ നിന്ന് വരണം, വേറെ ഇടൊന്നുമില്ല, വേറെ എവിടെയോ അല്ല, തഖ്വ ഉള്ളിലാണ്. ആ തഖ്വ ഉണ്ടാകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നു. അതായത് തൻ്റെ ഖൗഫും, അതായത് ഒരു പേടിയും അതോടൊപ്പം തന്നെ ഒരു തത്രപ്പാടും സത്യവിശ്വാസിക്ക് ഏത് അമൽ ചെയ്താലും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇമാം റാസി റഹ്മഹുല്ലാ തങ്ങൾ പറയും, അയ്യകൂന അലാ ഖൗഫിൻ വ വജ്ലിൻ മിൻ തഖ്സീരി നഫ്സിഹി ഫീ തിൽക തഅ ഫയത്തഖി ബി അഖ്സാമ യഖ്ദുറു അലൈഹി മിൻ ജിഹാത്തി തഖ്സീർ. എന്തെങ്കിലും കുറവ് വന്നോ, എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് കുറവ് വല്ലതും വന്നോ, ഞാൻ ചെയ്ത അമലെങ്ങാനും പൂർത്തീകരിക്കാതെ പോയോ, അതായിരിക്കണം ഒരു മുഅ്മിന്റെ തേട്ടം. അതാണ് അവൻ്റെ വജിൽ എന്ന് പറഞ്ഞത്, അവൻ്റെ ഒരു തരം തത്രപ്പാടാണ്. പടച്ചവനെ ഇത് സ്വീകരിച്ചോ, ഞാനത് ചെയ്തു എന്നതിൻ്റെ ഒരു അഹങ്കാരമല്ല, ഞാനത് ചെയ്തതിൻ്റെ പൂർത്തീകരണം സാധ്യമായോ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയും അവലോകനവുമാണ് ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. അതാണ് തഖ്വ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് എന്ന് ഇമാം റാസി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നു. അയ്യകൂന അലാ ഖൗഫിൻ വ വജിൽ, ഒരു പേടി, ഉള്ളിലൊരു പേടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഉള്ളടക്കം അതാണ്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ ഇത് സ്വീകരിച്ചോ, ഞാൻ ഈ പണിയൊക്കെ എടുത്തു, നീ പറഞ്ഞ പ്രകാരം കഅബത്തു ശരീഫയുടെ പുനർനിർമ്മാണം നടത്തി, പക്ഷേ അതിനെ നീ സ്വീകരിച്ചോ. ഇതന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ അമല് ചെയ്തിട്ടും പറയുന്ന ഒരൊറ്റ പരിപാടി ഇതാണ്, ഇതൊന്ന് ചോദിക്കൂ, ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഓർക്കൂ. പണ്ടൊക്കെ ഹജ്ജു ചെയ്തിരുന്നവർ, അതായത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഹജ്ജു ചെയ്തിരുന്ന ആളുകളുടെ പ്രത്യേകതയായിട്ട്
തഫ്സീറുകളിലൊക്കെ കാണാം, അവർ ഹജ്ജൊക്കെ കഴിഞ്ഞാൽ, അന്നുണ്ടായിരുന്നു ഹജ്ജ്, അത് അതിൻ്റെ രീതിയിലുണ്ടായിരുന്ന ഹജ്ജ്. ആ ഹജ്ജൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടിയിരുന്നിട്ട് അവരുടെ വാപ്പമാരെ കുറിച്ചൊക്കെ പറയും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? എൻ്റെ വാപ്പ ഇതിനേക്കാൾ വലിയ പോത്തിനെ അർത്ഥാളാണെന്ന് പറയാനല്ലേ നമ്മളൊക്കെ സമയം കളയുന്നത്? ഇതേ ശൈലി തന്നെയാണ്. ഫതഫാഖറ ബിൽ ആബാ വതദക്കറ അയ്യാമ അസ്ലാഫിഹാ മിൻ ബസാലത്തിൻ വകർമിൻ. അവരുടെ വാപ്പമാരെ, അവരുടെ പിതാമഹന്മാരെ ഒക്കെ കുറിച്ച് വലിപ്പം പറഞ്ഞ് ഗോത്രവർഗ താല്പര്യങ്ങളുടെ വലിപ്പങ്ങളെക്കുറിച്ച് അവർ പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് ജംറയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാണ്. ആ ശൈലി വന്നപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഈ പണി കഴിഞ്ഞാൽ ചെയ്യേണ്ട പണി ഇതൊന്നുമല്ല, നിങ്ങൾ കൂടുതൽ അള്ളാഹുവിനെ ഓർക്കലാണ്. ഫഇദാ ഖളൈതും മനാസികക്കും, നിങ്ങളുടെ ഈ മനാസിക്കുകൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ആരാധനകളും പൂർത്തിയാക്കിയാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. കദിക്രിക്കും അബാഅക്കും ഔ അശദ്ദ ദിക്റാ. നിങ്ങളുടെ വാപ്പമാരെ ഓർക്കണ്ടെന്നല്ല, പക്ഷെ വാപ്പമാരെ ഓർക്കുന്നതിനേക്കാളും കൂടുതലായി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ചില ആളുകൾ ഇങ്ങനെ മാത്രം ദ്വാരക്കുന്നു, പടച്ചവനെ ഭൂമിയിലെല്ലാം നന്മയും എനിക്ക് തരണേന്ന്. ഭൂമിയിലെ ലാഭം, ഹജ്ജു ചെയ്താലും ഭൂമിയിലെ ലാഭം, നോമ്പ് നോറ്റാലും ഭൂമിയിലെ ലാഭം, ബലിയർപ്പണം നടത്തിയാലും ഭൂമിയിലെ ലാഭം, അതുമാത്രം ചോദിക്കാൻ വേണ്ടി ആലോചിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ഭൂമിയിലുള്ളതെല്ലാം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, എന്നാൽ ആഖിറത്തിൽ പാരത്രിക ലോകത്ത് ഒന്നുമേ അവന് ലഭ്യമാകുന്നില്ല, ഒരു വിഹിതവും അയാൾക്ക് കിട്ടുന്നില്ല. അതേസമയം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ പ്രാർത്ഥനയും സമഗ്രമായൊരു പ്രാർത്ഥനയായി മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എല്ലാ ദുആയിനേക്കാളും മികച്ചൊരു ദുആ ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇങ്ങനെ ദുആർക്കണമെന്ന്. വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. ദുനിയാവിലെല്ലാ നന്മയും വേണം, ആഖിറത്തിലും നന്മ വേണം, രണ്ടു സ്ഥലത്തും വേണം. ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും എല്ലാം നിലനിർത്തണം എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെമ്പാടും കണ്ടതാണ്. എന്തിന് അങ്ങനെ തുന്നിക്കെട്ടിയ ഒരു വസ്ത്രം ധരിച്ച്, കീറിയ ഒരു വസ്ത്രം ധരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ച ചോദ്യവും അതായിരുന്നു, എന്താ കുറച്ചുകൂടി നല്ലത് ഉടുക്കാനുള്ള യോഗമില്ലാതെ ഉണ്ടോ നിനക്ക് എന്നാണ്. അതിന് അവസരമില്ലാതുണ്ടോ നിനക്ക്? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കലൊരു പ്രധാനമാണ്. ഒന്നുമില്ലാത്തവനെ പോലെ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ ജീവിക്കണമെന്നില്ല. ഭൂമിയിലെ എല്ലാ നന്മയും നമുക്ക് കിട്ടണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് വഫിൽ ആഖിറതി ഹസനത്തൻ, പാരത്രിക ജീവിതത്തിൻ്റെ ഹസനത്ത് നമുക്കുണ്ടാവണം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു എപ്പോഴുമുള്ള ഒരു തേട്ടവും ഒരു വെപ്രാളവുമാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. സ്വഹാബത്തിൻ്റെ ജീവിതത്തിലെമ്പാടും കണ്ടതാണ്. അവർ ഓരോ ആരാധനാകർമ്മങ്ങളും ചെയ്താൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു ആശങ്ക ഇതാണ്, പടച്ചവനെ ഇത് സ്വീകരിച്ചോ? നോമ്പ് നോച്ചിട്ട് 6 മാസക്കാലം ഇങ്ങനെ ദ്വാരക്ക, അല്ലാഹുവേ എൻ്റെ നോമ്പ് സ്വീകരിച്ചോ? ഓരോ ആരാധനകൾക്ക് ശേഷവും നിരന്തരം പടച്ചവനെ ഇത് സ്വീകരിച്ചോ? അതേ സ്വീകാര്യതയെക്കുറിച്ചാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോടൊപ്പം ദ്വാരന്നുകൊണ്ട് ചോദിച്ചതും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വേണമെങ്കിൽ ചോദിക്കണ്ടല്ലോ. എന്തുകൊണ്ട് ചോദിക്കണ്ട? ഒന്ന് കൽപ്പിക്കപ്പെട്ടതാണ്. ഈ കർമ്മം ചെയ്യണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കപ്പെട്ടതാണ്. ആ പണിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. ആ പണി ചെയ്തതിന് ശേഷം പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു ആശങ്കയാണ്, അല്ലാഹുവേ ഈ കാര്യം നീ സ്വീകരിച്ചുവോ? റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീ ഇത് സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആ. കാരണം നമ്മളാരും ഒന്നുമാകും എന്നല്ല മുഅ്മിനീങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത്. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു വഫാത്തായിട്ട് അവരുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് അവരുടെ പ്രിയപ്പെട്ട ഒരു ഉമ്മ സർട്ടിഫൈ ചെയ്യുന്നതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് എന്താ? പക്ഷേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മാതാവ് ഇങ്ങനെ പറഞ്ഞു,
ഖാലത്ത് ഉമ്മുഹു ഷഹാദത്തി അലൈക് അബസ്സായിബ് ലഖദ് അക്രമക്കല്ലാഹ്. എൻ്റെ സാക്ഷിയാണ്, അങ്ങനെയാണ്, എൻ്റെ സാക്ഷ്യമാണ് മോനെ, നീ അള്ളാഹു പ്രത്യേകം ബഹുമാനിച്ച കുട്ടിയാണ് എന്ന് ഉമ്മ പറയാൻ. ലഖദ് അക്രമക്കല്ലാഹ് ഷഹാദത്തി അലൈക്. ഒരു മാതാവ് തൻ്റെ മകനെ പ്രത്യേകം അങ്ങനെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു കാര്യം തന്നെയാണ്. ഷഹാദത്തി അലൈക്, എൻ്റെ സാക്ഷ്യം ഞാൻ പറയാണ്. ലഖദ് അക്രമക്കല്ലാഹ്, അള്ളാഹു നിന്നെ ബഹുമാനിച്ചിരിക്കുന്നു. അത്ര നല്ല സൂക്ഷ്മമായൊരു ജീവിതമായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളുടേത്. ചിലപ്പോഴൊക്കെ ഒരു പരിവ്രാജകനായി, ഒരു അവധൂതനായി അങ്ങനെയൊക്കെ നിന്നിരുന്ന ആളാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഭാര്യയുടെ അടുക്കൽ പോകാതെ, അങ്ങനെ ദാമ്പത്യ ജീവിതത്തെ പോലും മാറ്റിവെക്കുന്ന വിധം, മാംസഭക്ഷണം കഴിക്കാതെ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിത്യാഗിയായി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത് ഉസ്മാൻ, അങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത്. ഭാര്യയോടുള്ള കടപ്പാട് നിർവഹിക്കണം, ശരീരത്തോടുള്ള കടപ്പാട് നിർവഹിക്കണം, ജീവിതത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ ഭയന്നു ജീവിച്ചു എന്നർത്ഥം. അങ്ങനെ ജീവിച്ച ഒരാൾ മരിക്കുമ്പോൾ ഉമ്മയുടെ സാക്ഷ്യപത്രം, അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുദ്രീക് അന്നല്ലാഹ അക്രമ. എങ്ങനെ മനസ്സിലായി അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചു? ഫവല്ലാഹി വഅന റസൂലുള്ളാഹ്, ഫവല്ലാഹി അന റസൂലുള്ളാഹ്, അല്ലാഹ് തന്നെ സത്യം, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. മാ അദ്രി മാ യുഫഅലു ബി, എൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്യപ്പെടുക എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അർത്ഥമൊന്നും അങ്ങനെ വിചാരിച്ചു പോകേണ്ടതില്ല. പക്ഷേ ഒരു ജീവിതത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് പഠിപ്പിച്ചു തരാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ അദ്രി മാ യുഫഅലു ബി തുമ്മ ഖാല വ ഇന്നി ലഅർജു ലഹുൽ ഖൈറ. അദ്ദേഹത്തിന് നന്മ ഉണ്ടാകണം എന്നാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ ആഗ്രഹവും. ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് ഓരോ ആരാധനയുടെയും കാമ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ ഈ തഖ്വയായിരിക്കണം. നമ്മൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന പലതിനെയും കാണുമ്പോൾ, അത് ഇത്തരം എല്ലാ ആരാധനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് കൊണ്ടാണ് പറഞ്ഞു വെക്കുന്നത്, എല്ലാം ആചാരപരതയുടെ ബാഹ്യരൂപങ്ങളിലേക്ക് പോകാതെ അതിൻ്റെ ഉള്ളെന്താണെന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകം എല്ലാ ആഴ്ചയിലും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഞാൻ എല്ലാ ആഴ്ചയും പറയാറുണ്ട്, ഒരു 30,000 രൂപ കൊണ്ട് ഒരു വർഷം നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു 2,500 2,000 ഒക്കെ വർഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തന്ന് പൂർത്തീകരിച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് ആ കാര്യത്തിൽ നടക്കുമ്പോൾ, ഈ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അവർക്കുള്ള ശമ്പളം, ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. പ്രത്യേകം നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളാൽ പറ്റുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ പറ്റാൻ കഴിയുന്നു എന്ന് തോന്നുമെങ്കിൽ അവരെ കൊണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കട്ടെ. അതിനുവേണ്ടി സഹായിച്ചവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ ഒരു പാവപ്പെട്ട യത്തീമായ ഒരു പെൺകുട്ടിയുടെ വിവാഹം, തീരെ സാമ്പത്തികമായ ശേഷിയില്ലാത്ത കുടുംബത്തിന് അവരുടെ നേരത്തെയുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്ത് വിട്ടിട്ട് നമ്മുടെ ഈ കാലത്തിൻ്റെ സാമൂഹികമായ ചില പ്രശ്നങ്ങളാൽ സ്വാഭാവികമായും സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. യത്തീമായൊരു പെൺകുട്ടിയാണ്, അവളുടെ വിവാഹമാണ്. നിങ്ങളാലാവുന്ന വിധം പരമാവധി ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞു വന്ന ദിവസമാണ്, ആവുന്ന വിധം എല്ലാവരും സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്, പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നാഥൻ ആ പെൺകുട്ടിയുടെ ജീവിതം അള്ളാഹു ബറക്കത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു, പ്രത്യേകം ഉണർത്തുന്നു. അതോടൊപ്പം എല്ലാ ആഴ്ചയിലും സൂചിപ്പിക്കാറുണ്ട്, ഈ സഫുകളൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് നേരെയായിട്ട് നിർത്തണം. നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സഫിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, മടമ്പുകൾ ശരിയാക്കി നിൽക്കണം എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും.